കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നാടേണി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി കൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അവലത കളയാം പുതുതാടാകാശം തരിശുകൾ ഹരിതം മനസ്സുകൾ സഫലം തുടരാമീ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം നമസ്കാരം. വർഷം 1934. വടകര മിഷൻ സ്കൂൾ ഗ്രൗണ്ടിന്റെ വേദിയിൽ തിങ്ങി നിറഞ്ഞ ജനാവലിയോട് മഹാത്മാഗാന്ധി പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ ഉടനെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി വേദിയിലേക്ക് കയറി ചെന്നു. തന്റെ കയ്യിലെ ഒരു വളയൂരി അവൾ സംഭാവനയായി നൽകി. പതിനായിരങ്ങൾ സ്തബ്ധരായി നോക്കി നിൽക്കെ തന്റെ കയ്യിലെ ബാക്കി വളകളും കഴുത്തിലെ മാലയും അവൾ ഗാന്ധിജിക്ക് സമർപ്പിച്ചു. രക്ഷിതാക്കളുടെ അനുമതിയുണ്ടോ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു. പകരം പതിനായിരങ്ങളുടെ കരഘോഷങ്ങൾക്കിടയിൽ തന്റെ കാതിലെ കമ്മൽ കൂടി അവൾ ഊരി നൽകി. ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആഭരണങ്ങൾ സംഭാവനയായി നൽകിയ ഈ പെൺകുട്ടി കടത്തനാടിന്റെ വീരപുത്രിയായ കൗമുദി ടീച്ചറായിരുന്നു. അന്ന് കൗമുദിയുടെ ഓട്ടോഗ്രാഫിൽ മഹാത്മാഗാന്ധി ഇങ്ങനെ എഴുതി: തുമാര ത്യാഗ് തുമാര ഭൂഷൺ ഹോഗ. നിന്റെ ത്യാഗം നിനക്ക് അലങ്കാരമാകും. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ദൂരദർശന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഈ തടാകത്തിന്റെ പേരുള്ള ഒരു പ്രദേശമുണ്ട് കൊല്ലം ജില്ലയിൽ. സ്വാഗതം ദൂരദർശന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് ശാസ്താംകോട്ട CDS. ശാസ്താംകോട്ട CDS. മൊത്തം ADS 19. അയൽക്കൂട്ടങ്ങൾ 344. BPL അംഗങ്ങൾ 3797. APL അംഗങ്ങൾ 1261. SC അംഗങ്ങൾ 690. ST അംഗങ്ങൾ ഇല്ല. ശാസ്താംകോട്ടയുടെ വികസനത്തിന് അടിത്തറ പാകിയ സ്ത്രീ കൂട്ടായ്മയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജയ അശോക്. ഞാൻ CDS മെമ്പറാണ്. 3-ാം വാർഡിലെ JLGയുടെ സെക്രട്ടറിയുമാണ്. എൻ്റെ പേര് പൊന്നമ്മ. CDS മെമ്പറാണ്. 18-ാം വാർഡിൻ്റെ തനിമ JLG ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ജയലക്ഷ്മി ആർ. ഞാൻ CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് അനു. ഞാൻ ബാലസഭ മെമ്പറാണ്. അനിൽ തുമ്പോടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, ശാസ്താംകോട്ട.
വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ.പി. കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത പി. ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. സാമ്പത്തിക ശാസ്ത്രജ്ഞ നിർമ്മല സാനു ജോർജ്. കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീ മധുപാൽ. ശാസ്താംകോട്ടയ്ക്ക് പ്രേക്ഷകരോട് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ചർച്ചയിലേക്ക്. ശാസ്താംകോട്ട കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് സ്വാഗതം. എല്ലാവരും തയ്യാറായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ശാസ്താംകോട്ടയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് കുടുംബശ്രീയെ പരിചയപ്പെടുത്തുന്നത്? 32ഓളം വ്യക്തിഗത സംരംഭങ്ങളുണ്ട്. അല്ലാതെ ഗ്രൂപ്പ് സംരംഭങ്ങൾ, പശു ഫാം, ആട് ഫാം, മുയൽ ഫാം, കോഴി ഫാം, പിന്നെ ബുക്ക് ബൈൻഡിങ്, നേച്ചർ ഫ്രഷ്, അങ്ങനെ ഒരുപാട് അനവധി സംരംഭങ്ങളുണ്ട്. പിന്നെ 106 JLG യൂണിറ്റുകളുണ്ട്. പിന്നെ ആശ്രയ ഗുണഭോക്തൃ 103 ഒന്നാം ഘട്ട ആശ്രയ പൂർത്തിയായി. രണ്ടാം ഘട്ട ആശ്രയ പറഞ്ഞ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. 106 സംഘകൃഷി യൂണിറ്റുകളുണ്ട്. സംഘകൃഷി യൂണിറ്റുകളുണ്ട്. കുടുംബശ്രീ കൂട്ടായ്മയിൽ നിന്നും തന്നെ 5 മുതൽ 10 വരെയുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി അവരെ നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്ത് അവർ കൃഷിയിലൂടെ വന്ന് ഇപ്പൊ 106 യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. കുടുംബശ്രീ വഴി ഇൻസെന്റീവുകളെല്ലാം നൽകി വരുന്നു. പിന്നെ നമുക്ക് കൃഷി ഓഫീസറുടെ സഹായം നല്ല രീതിയിലുണ്ട്. കൃഷി ഓഫീസർക്ക് വേണ്ടുന്ന ക്ലാസ്സുകളും വിത്തും വളവും എല്ലാം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്കെല്ലാം വിത്തും വളവും എല്ലാം വെച്ച് എല്ലാ വർഷവും ഇവർക്ക് യൂണിറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ നേതൃത്വത്തിൽ നമ്മുടെ സഹായത്തോടുകൂടി കൃഷിഭവനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഇൻസെന്റീവുകളും നൽകുന്നുണ്ട്. പിന്നെ ഇവരെ നല്ല ഇപ്പം വിത്ത് സീഡിന് വേണ്ടി ഈ യൂണിറ്റുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൈ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ ഈ JLG യൂണിറ്റിനെ കൃഷിഭവൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ അതിന് പ്രത്യേകമായിട്ട് അത് അവർ തിരിച്ചു വാങ്ങും. വിത്ത് അവർ തിരിച്ചെടുക്കുകയാണ്. തിരിച്ചെടുക്കും. എന്റെ നെൽവിത്താണോ? അല്ല, ചീര, പച്ചക്കറികൾ. നിങ്ങളുടെ അവിടെ നെല്ല് ഉണ്ടോ അതോ? നെൽകൃഷിയുണ്ട്. നെൽകൃഷിയുണ്ട്. എത്ര വർഷമായി ഇങ്ങനെ കുടുംബശ്രീ കാര്യമായിട്ട് ഇത്രയൊക്കെ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ തുടക്കത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. 98 മുതൽ കുടുംബശ്രീ നല്ല ആക്റ്റീവായിട്ടാണ് അവർ പ്രവർത്തിച്ചു വരുന്നത്. 98 മുതൽ 2010-11 വർഷമായി. 2010-11 സ്റ്റേറ്റ് അവാർഡും ശാസ്താംകോട്ടയ്ക്കാണ് കിട്ടിയിരുന്നത്. എന്തിനുള്ള സ്റ്റേറ്റ് അവാർഡാണ്? നല്ല മികച്ച CDSനുള്ള. മികച്ച CDS നമ്പർ 1. ശരി. പിന്നെ കഴിഞ്ഞ 2013-14 പിന്നെ 2ാം സ്ഥാനവും 14-15 2ാം സ്ഥാനം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കാണ്. കൊല്ലം ജില്ലയുടെ സ്വന്തം തൊഴിലാണ് കശുവണ്ടി സംസ്കരണം. പരമ്പരാഗതമായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ശാസ്താംകോട്ടയിലുണ്ട്. നമുക്കിനി ഈ സംരംഭത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ ചിത്രം കാണാം. അക്കാണും മുണ്ടൊടുത്തേ പെണ്ണെ നീട്ടിയൊടുത്തപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ. അക്കാണും മുണ്ടൊടുത്തേ പെണ്ണെ നീട്ടിയൊടുത്തപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ. തെയ്യോ തകതാര തകതെയ്യത്തിനന്തിനം താര തെയ്യോ തകതാര തകതെയ്യത്തിനന്തിനം താര. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെരുവേലിക്കര വാർഡിലെ ഭുവനശ്രീ കാഷ്യൂ പ്രോസസിംഗ് യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70 അംഗങ്ങളാണ് ഈ യൂണിറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കുടുംബത്തിലെ എല്ലാ ജോലികളും തീർത്തു വെക്കുകയും ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ യൂണിറ്റ് ഈ അംഗങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു വരുമാനവും ഇല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന സമയത്ത് കുടുംബശ്രീ വഴി ഇവരിങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങണമെന്ന് ആലോചിക്കുകയും അതിനെക്കുറിച്ച് എല്ലാ അംഗങ്ങളും കൂടി തീരുമാനിച്ച്
ഇങ്ങനൊരു യൂണിറ്റ് തുടങ്ങുകയും ഇന്ന് അതുമൂലം അവർക്ക് സമ്പാദ്യം എടുക്കാനോ അതല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് എടുത്തിട്ടുള്ള ലിങ്കേജ് വായ്പ അടച്ചു തീർക്കാനോ മറ്റോ ഇന്നൊന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങേണ്ടതായി വരുന്നില്ല. എല്ലാം ഇവർ സ്വന്തമായി ദിവസം 200 രൂപയോളം അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇവർ സ്വന്തമായി തന്നെ ഇത് അധ്വാനിച്ച് ഇന്നവർക്ക് നേടാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇന്ന് കുടുംബത്തിൽ ഇന്ന് ഇത്രയെങ്കിലും ഭർത്താവിനെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ഒരു അഭിമാനമാണ് കിട്ടുന്നത്. ഭർത്താവ് മരിച്ചു പോയിട്ട് 4 വർഷം കഴിഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ മകളെ പഠിപ്പിക്കുന്നു. ഈ യൂണിറ്റിൽ നിന്നും പരിപ്പെടുത്തുകൊണ്ട് വന്നാണ് ഞങ്ങൾ ജോലി ചെയ്ത് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ വീട്ടിലെ ചെലവുകൾ നടന്നു പോവുകയും മറ്റുള്ള കാര്യങ്ങൾക്ക് ലോൺ അടയ്ക്കുകയും വിദ്യാഭ്യാസത്തിനെടുക്കുകയും ഞങ്ങളുടെ ഉപജീവിതത്തിനുള്ള ഇത് എടുക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ വീട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും കൂടെ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ ഒരുവിധം എനിക്ക് സഹായിക്കാൻ പറ്റുന്നു. എനിക്ക് കുടുംബശ്രീയുടെ ലോണുകളും മറ്റും അടയ്ക്കാനും ഒക്കെ എനിക്കിതിൽ നിന്ന് സാധിക്കുന്നുണ്ട്. പരിപ്പ് എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും കൂടെ തുല്യമായിട്ട് 70 പേർക്കും കൂടെ കുറച്ച് പരിപ്പ് വീതം കൊടുത്ത് അത് വൃത്തിയാക്കി ഞങ്ങൾ തിരിച്ചവിടെ കൊണ്ടുകൊടുത്ത് ഞങ്ങൾക്ക് പൈസയും മേടിക്കുന്നു. എല്ലാവർക്കും തുല്യമായിട്ടാണ് പൈസ എല്ലാം വീതിക്കുന്നത്. ഇന്നിപ്പോൾ ജില്ലാ മിഷൻ ഇവരെ സമഗ്ര പദ്ധതിയിലൂടെ ഗ്രൂപ്പ് സംരംഭങ്ങളാക്കി അവർക്ക് സബ്സിഡിയും ലോണും നൽകാൻ ജില്ലാ മിഷൻ ഒരുങ്ങുകയാണ്. പെണ്ണെ കെട്ടിയ മരനുണ്ടേ അക്കാണും മാവിലല്ലേ പെണ്ണെ മാമ്പഴം തിന്നപ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മരനുണ്ടേ തെയ്യോ തകതാര തകതയത്തിന്. ഇതിൽ പറഞ്ഞു ദിവസം 200 രൂപ മാത്രം കിട്ടുന്നുണ്ടോ? അത്രയാണ് കിട്ടുന്നത്. ദിവസം 200 രൂപയാണ് മിനിമം കണക്കങ്ങ് പറഞ്ഞു. കൂടുതലും കുറയാ 150 എന്തായാലും പുറത്തു പോകും. പിന്നെ അങ്ങനെ ചില്ലറയായിട്ട് പറയണമെന്ന് വെച്ചിരുന്നു. ഒരു ചോദ്യം, ഇത് ആരെ ഇത് കൊണ്ടുപോകും? ഇത് മാർക്കറ്റിംഗിന്റെ സംവിധാനം എന്താ? നമ്മൾ ഈ കാഷ്യൂ ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ നമ്മുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് പരിപ്പെടുത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇവര് വൃത്തിയാക്കി തരുന്ന അത് അതനുസരിച്ച് തൂക്കി അവിടെ കൊടുത്ത് ക്യാഷ് അവർക്ക് വാങ്ങി കൊടുക്കുകയാണ്. ഫാക്ടറികൾക്ക് കൊടുക്കാം. ഫാക്ടറിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജില്ലാ മിഷൻ ഇപ്പം നമുക്ക് നേരിട്ട് ചെയ്തു തരാമെന്ന്. ഫാക്ടറിയിൽ ജോലി നടക്കുന്നില്ലേ? ഫാക്ടറിയിലുണ്ട്. അവിടുന്ന് ഇവർക്ക് ഈ കുട്ടികൾ കൊച്ചുകുട്ടിയെ കണ്ടില്ല, കൊച്ചുകുട്ടികളെ എല്ലാം നോക്കുകയും ചെയ്യാം. വീട്ടിൽ ഇരുന്ന് വരുമാനവും ആവും. നമ്മുടെ ഒരു സംരംഭം ഒക്കെ അമ്മക്കിത് പ്രയോജനമാവും. ഈ പൈസ ദിവസം കിട്ടുമോ അല്ലെങ്കിൽ ആഴ്ചയൊക്കെ കിട്ടും? ആഴ്ചയിലാണ്. ആഴ്ചക്ക് കിട്ടും. ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുമോ? ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് എടുക്കുകയാണ് അവർ. ഫാക്ടറിയിൽ പോവാണെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടുമല്ലോ അല്ലേ? ഫാക്ടറിയിൽ ജോലിക്ക് പോവാണെങ്കിൽ കൂലി ഇത് കൂടുതൽ കിട്ടും. പിന്നെ മറ്റാനുകൂല്യങ്ങളില്ലേ? PF, പെൻഷൻ, ESI, ക്ഷേമനിധിയൊക്കെ ഉണ്ട്. പക്ഷേ എവിടെ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്? ഒരു വീട്ടിൽ നിന്ന് കണ്ടു. ഇത് എവിടെയാണ് ഇത് വെച്ച് ചെയ്യുന്നത്? ഇത് വാടകയ്ക്കെടുത്ത സ്ഥലമാണോ? ഇല്ല, ഇതൊരു അംഗത്തിന്റെ വീടാ. അവര് 4-5 പേരുടെ വീട്ടിലായിട്ടിരുന്ന് കൂട്ടായിട്ടിരുന്നാ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് ചെയ്യാം. അതൊരു വീടാണ് കാണിച്ചത്. വീടാണ് കാണിച്ചത്. ശരി. എത്ര പേരെങ്ങനെയുണ്ട് അതില്? 70ഓളം പേരുണ്ട്. 70 പേരുണ്ട്. നേരത്തെ ഇവര് എന്ത് ചെയ്യായിരുന്നു ഈ 70 പേര്? നേരത്തെ ഇവര് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിച്ച്. അപ്പൊ അവർക്ക് ഇതൊരു പുതിയ ജോലിയാണ്. അതുകൊണ്ടാണ് ഈ വരുമാനത്തോട് ആകർഷണം വന്നത്. ശരി. ട്രെയിനിങ് വല്ലതും ഉണ്ടായിരുന്നു ഇവർക്ക് ഈ ഇത് ചെയ്തെടുപ്പിക്കാനായിട്ട്? എന്താ ഇങ്ങനെ ശീലങ്ങൾ പഠിപ്പിക്കുകയും അത് അവര് അറിയാവുന്ന 2 പേരെ നമ്മൾ പറഞ്ഞു കൊടുപ്പിച്ചത്. അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് കശുവണ്ടിയുടെ ഒരു മേഖല തന്നെയാണ്. എത്ര ഫാക്ടറി ഉണ്ട് പഞ്ചായത്തിൽ? പഞ്ചായത്തിൽ 17 ഫാക്ടറി ഉണ്ട്. 17 ഫാക്ടറി ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എല്ലാം വർക്ക്. കാഷ്യൂ കോർപ്പറേഷന്റെ 2 ഫാക്ടറി ഇപ്പം കണങ്ങി നടക്കുന്നു. ബാക്കിയെല്ലാം പ്രൈവറ്റ് ആണ്. ശുചിത്വം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. സാധാരണ വിഷ്വലി കാണുമ്പോൾ നമ്മൾ ഈ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള നിങ്ങൾ ആ ഡീറ്റെയിൽ കാണിക്കാറുണ്ടായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ. പക്ഷെ ഇതിനകത്ത് അത്രയൊന്നും കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഫാക്ടറിയിൽ അവർ അതൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഫാക്ടറിയിൽ ഇപ്പോൾ മേശയും കസേരയും ഒക്കെ ആയി ആ രീതിയിലുള്ള ഇത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നും കണ്ടില്ല അവരല്ലേ? നമുക്കിനി ഇത് ഇവര് സംരംഭമാകുമ്പോൾ നമ്മുടെ മിഷന്റെ നേതൃത്വത്തിൽ ഇവരെ അങ്ങനെ ആക്കും. അത് ഇപ്പൊ നിങ്ങൾ തിരിച്ച് ഫാക്ടറി കൊടുക്കുമ്പോൾ അവരങ്ങനെ എന്തെങ്കിലും പരിശോധന നടത്തുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വൃത്തിയുണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ഇവര് നോക്കും. നോക്കിയിട്ട് നമുക്ക് പൈസ തരുത്തും. ഇത് ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ?
ഗ്രേഡിംഗ് വരുന്നില്ല സാർ. ഇല്ല. ഇപ്പം ഫീലിംഗ് മാത്രമേ വരുന്നു. ഫീലിംഗ് പക്ഷെ അവർ സോർട്ട് ചെയ്യുന്ന അവരിങ്ങനെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ മുറിഞ്ഞത് അങ്ങനെ മാറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങളുടെ സ്ത്രീകൾക്ക് ഇതൊരു വരുമാന മാർഗമാണ്. കാരണം നേരത്തെ അവർക്ക് പിന്നെ സമ്പാദ്യം അവർക്ക് സ്വന്തമായിട്ടാവും. ലിങ്കേജിലുണ്ട്. അതെ, ഗഡു അടയ്ക്കാനുള്ള മനസ്സിലായി. പക്ഷേ ഇത് ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഫാക്ടറിക്കാർക്ക് ഇത് അവിടുത്തെ ജോലി എടുക്കേണ്ട ആൾക്കാരുടെ എണ്ണം കുറയ്ക്കും. അവരിത് പുറം ജോലിയായിട്ട് കൊടുക്കുന്നു, കൂടുതൽ ലാഭകരമായിട്ട്. കാരണം ഈ പറഞ്ഞ മാതിരി ESIയും ബോണസും ഒന്നും കൊടുക്കണ്ട. അപ്പോ ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, അതിപ്പോ മാറും. നമുക്കിത് മിഷന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് മിഷനിൽ നിന്ന് ജില്ലാ മിഷന് കൊടുത്ത് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇതാവുന്നുണ്ട് ഇത് മാറും. പിന്നെ നമ്മൾ സ്വന്തമായല്ലേ ചെയ്യുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ ഫാക്ടറി ആവോ? അവര് ഒരു ഇത് തരാമെന്നാ പറഞ്ഞ പ്രോസസ്സിംഗിന് വേണ്ടി. നിങ്ങൾ അവരോട് വാങ്ങിയല്ലേ ചെയ്യുന്നത്? അല്ലല്ല, മിഷൻ നേതൃത്വത്തിൽ ചെയ്തു തരാമെന്നാ പറയുന്നത്. ഫാക്ടറി നേതൃത്വത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അതിന് തുടക്കം ഇട്ടാലെല്ലാം അങ്ങനെ നമുക്കതിനായി വരത്തുള്ളൂ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലും കണ്ട് ഇത് ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പം കൊലത്തൂടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും. ബ്രാൻഡഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. സാർ, ഈ എക്സ്പോർട്ട് ഉള്ളവരെ ഇത് എടുത്തോളൂ, പരിപ്പെടുത്തോളൂ. അപ്പൊ നിങ്ങൾ പരിപ്പെടുത്തിട്ട് കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും അപ്പോഴും. അപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. അല്ലാതെ പുതിയതായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ഒരു ബ്രാൻഡായിട്ടോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അപ്പോഴും കുടുംബശ്രീ ഇതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതെ, കാരണം ഇപ്പോഴത്തെ സോഴ്സ് വെച്ച് നോക്കിയിട്ട് പറ്റാത്ത കാര്യം തന്നെയാണ്. വിശ്വാസം ഉണ്ട്, അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? ഇത് സ്വതന്ത്രമായി ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് അവർക്കൊരു വലിയ ആശ്വാസമല്ല. അറിയാൻ വേണ്ടി ചോദിക്കാണ്. CDSന് അത്രയും മുതൽ മുടക്കം നടത്താൻ പറ്റുമോ ഇതിനു വേണ്ടിയിട്ട്? കഴിയുമെന്ന വിശ്വാസം, കോൺഫിഡൻസ്. 70 പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? RSBY ഉണ്ട്. സാമൂഹ്യ സുരക്ഷ ആരോഗ്യ കാർഡ് വല്ലതും ഉണ്ടോ ചോദിക്കാം മാഡം. ആരോഗ്യ ഇൻഷുറൻസിന്റെ ആണോ ചോദിക്കുന്നത്? അതോ ഇപ്പൊ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ, ഭീമ യോജന ആവാം. അത് കേരളത്തിന്റെ പേര് അത് എന്താണ്, ചിസ്റ്റോ, RSBY. അല്ലാതെ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യാം. അങ്ങനെ രണ്ടും ഉണ്ട്. RSBY പിന്നെ BPL കാർക്ക് RSBY ഉണ്ട്. BPL അല്ലാത്തവർക്കും ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ അതിനൊരു പ്രീമിയം കൊടുക്കണം. ചെറിയ പ്രീമിയം ചേർന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ചേർന്ന് സ്വതന്ത്രമായി തന്നെ ഇത് ഈ ജോലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല, നിങ്ങളുടെ മെമ്പർമാർക്ക് എടുത്തു കൊടുത്തതാണ്. അല്ല, നമ്മള് CDSന്റെ നേതൃത്വത്തിൽ നമുക്ക് ജില്ലാ മിഷൻ നിർദ്ദേശം തന്നായിരുന്നു ഓരോ CDSും 100% ടാർഗറ്റ് തയ്ക്കണമെന്നുള്ളത്. അങ്ങനെ CDSന്റെ നേതൃത്വത്തിൽ 19 വാർഡിൽ നിർദ്ദേശം കൊടുത്ത് 100%, 98% ശാസ്താംകോട്ടയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ സ്ത്രീകൾക്കും ആരോഗ്യ സുരക്ഷാ കാർഡ് ഉണ്ട്? ഉണ്ട്. അത് നല്ല കാര്യമാണ്. അതിപ്പോ ജോലി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നെറ്റ് വഴി സെർച്ച് ചെയ്യാൻ അറിയാം. മനസ്സിലായി. അല്ല, അതിപ്പോ സെർച്ച് ചെയ്യണ്ട, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാൻ പോവാണ്. അപ്പൊ ഇനി അടുത്തത് ഫിലിം ആശ്രയെ കുറിച്ചാണ്. ശാസ്താംകോട്ടയിലെ വനിതകൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇനി. ആശ്രയ പദ്ധതി, നമുക്ക് ഇതൊന്ന് കാണാം. പാടത്ത് നാദൻ കുഞ്ഞേ മുണ്ടകൻ കൊയ്യുമ്പോൾ എവിടിരിക്കും, മുണ്ടകൻ കട്ടേട് കീഴിരിക്കും. പതിവ് പോലെ സിനി ഇന്നും തിരക്കിലാണ്. ശാസ്താംകോട്ട പഞ്ചായത്തിൽ 100-ലധികം പേരാണ് സിനിയുടെ സ്കൂട്ടറിന്റെ വരവും കാത്തിരിക്കുന്നത്. ഇതേ ഞങ്ങളുടെ കുടുംബശ്രീ ആശ്രയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കുള്ള ഭക്ഷണ സാധനങ്ങളായിരുന്നു.
ദരിദ്രർ, വീടില്ലാത്തവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, രോഗികൾ തുടങ്ങി 172 പേർ അടങ്ങുന്നതാണ് ശാസ്താംകോട്ടയിലെ ആശ്രയ ഗുണഭോക്താക്കൾ. ആശ്രയ പദ്ധതിയുടെ കീഴിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്തവർക്ക് പാകം ചെയ്ത ഭക്ഷണവും പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നവർക്ക് ഭക്ഷണവസ്തുക്കൾ അടങ്ങിയ കിറ്റും നൽകുന്നു. ചേച്ചി സുഖമാണോ? ആഹാരമൊക്കെ കഴിക്കട്ടെ? ആഹാരം എടുത്ത് കേട്ടോ. ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു തരട്ടോ. പാത്രം എടുക്കട്ടെ. നാട് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. പാലിയേറ്റീവ് നഴ്സുമാരുടെയും ആശാ വർക്കർമാരുടെയും സഹായത്തോടെ കൃത്യമായി രോഗികളെ സന്ദർശിച്ച് വിദഗ്ധമായ നിർദ്ദേശങ്ങളും ചികിത്സയും നൽകുന്നുണ്ട്. നോർമലായിട്ടോ, പ്രഷറില്ല. 21-ാം തീയതി ഞങ്ങൾ വരും കേട്ടോ. ഇറങ്ങട്ടെ എന്നാല്. നിരാലംബരായ രോഗികൾക്കും വേദനയനുഭവിക്കുന്നവർക്കും ഒരാശ്വാസമാവാൻ ആശ്രയയ്ക്ക് കഴിയുന്നുണ്ട്. ആശ്രയപദ്ധതി വകയായിട്ടാണ് എനിക്ക് വീട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. എനിക്ക് നന്ദിയാണ്. കുടുംബശ്രീയോട് എനിക്ക് നന്ദിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, പിന്നെ ഇവർക്ക് ഭക്ഷണം സ്വയം പാചകം ചെയ്ത് കഴിയാൻ പറ്റാത്ത 2-3 പേരുണ്ട്. അവർക്ക് ആ വാർഡിലെ ADSന്റെ ഒരംഗത്തിന് അടുത്തുള്ള ഒരംഗത്തിന് നമ്മൾ ചുമതല കൊടുത്തിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഈ സിനി ഒരാളെ കാണിച്ചില്ലേ? സിനി മാത്രമാണോ അതോ? അല്ല, എല്ലാ വാർഡിലും ഉണ്ട് ആൾക്കാർ. നമ്മൾ ഓരോരുത്തർ ഈ ഭക്ഷണ കിറ്റ് നമ്മൾ കൊടുക്കും. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ADS അംഗത്തിനെ ഏൽപ്പിക്കും. ADS അംഗമാണ് ഇവർ ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ട് ഈ കിറ്റുകൾ നൽകുന്നത്. അതിലൊരാളാണ് അവരല്ലേ? ഒരാൾ മാത്രമാണെങ്കിൽ 200 രൂപയുടെ കിറ്റാണ് കൊടുക്കുന്നത്. ആഴ്ചതോറും വന്നു ഒരു മാസം. പക്ഷെ ആഴ്ചതോറും നിങ്ങൾ അവിടെ സന്ദർശിക്കും. നമ്മൾ ഇവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കും. ഈ നേഴ്സിന് ഒരാളെ കാണിച്ചില്ല? അങ്ങനെ എത്ര നേഴ്സുമാരുണ്ട്? ഒരു നേഴ്സേ ഉള്ളു. ഒരാള് പരിശീലനം കിട്ടിയ ആളാണ്. അപ്പൊ അവർക്കുള്ള പൈസ അവർക്ക് എന്തെങ്കിലും പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നല്ലേ NRH വഴി വെച്ചേക്കുന്നില്ല. അവർക്ക് പ്രാക്ടീസ് എല്ലാം കൊടുത്ത് വെച്ചേക്കുന്ന പാലിയേറ്റീവ് നേഴ്സ് ആണ്. ശരി, അത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ അവർക്ക് പൈസ കൊടുക്കും. ആശാ വർക്കറാണോ? അല്ല, പാലിയേറ്റീവ് നേഴ്സാണ്. അത് മനസ്സിലായി. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ആശ്രയ പദ്ധതി പഞ്ചായത്തിൽ കൂടെയാണ് നടപ്പാക്കുന്നത്. അപ്പൊ പഞ്ചായത്തിൽ അത് വക കൊള്ളിച്ച് നിങ്ങൾ കുടുംബശ്രീയെ അത് നടത്തിപ്പിനായിട്ട് ഏൽപ്പിക്കുന്നു അല്ലേ? കുടുംബശ്രീ അതിന്റെ നടത്തിപ്പുകാരാണല്ലേ? പിന്നെ നമ്മുടെ ഭക്ഷണവും ചികിത്സയും നൽകുന്നത് നമ്മളാണ്. പക്ഷേ കുടുംബശ്രീയാണ് നൽകുന്നത്. അതെ, അത് പറഞ്ഞാൽ അതിനുള്ള ചെലവ് അതോ നിങ്ങളുടെ അധ്വാനോ ഏതാണ്? ചിലവ് നൽകുന്നത് നമ്മളാണ്. പിന്നെ ഇവർക്ക് ഇതെല്ലാം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ത് ചെലവാണ്? അത് പഞ്ചായത്തല്ലേ തരുന്നത്? അല്ല, ഭക്ഷണത്തിനും ചികിത്സയ്ക്കും നമുക്ക് സ്റ്റേറ്റ് മിഷൻ, ജില്ലാ മിഷൻ വഴിയാണ് തരുന്നത്. ജില്ലാ മിഷൻ വഴിയാണ് തരുന്നത്. പഞ്ചായത്ത് ഫണ്ടൊന്നും വെച്ചിട്ടില്ല. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടാണ് വെക്കുന്നത്. അവർക്ക് വീട്, കക്കൂസ്, കിണർ, മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നൽകുന്നത്. അപ്പോ ഈ കിട്ടുന്ന മിഷന് കിട്ടുന്ന ഇത് കൊണ്ട് ഫണ്ട് കൊണ്ട് ഓരോ വാർഡിലും ഒരു ആശ്രയ വളണ്ടിയറെ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഇപ്പൊ സിനി ഒരു വാർഡിന്റെ ചുമതല സിനിക്കാണ്. അപ്പൊ ഓരോ വാർഡിലും ഒരാളാണ്. അവർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ അവര് ചെയ്യുന്നത് സന്നദ്ധ സേവനം. അപ്പൊ കുടുംബശ്രീ ഇതിന്റെ മിഷൻ നിങ്ങൾക്ക് പൈസ തരുന്നു. ഭക്ഷണവും ചികിത്സയും നൽകാൻ വേണ്ടി പൈസ തരുന്നു. ഇവർക്ക് ഇതെല്ലാം എത്തിക്കേണ്ടതും ഇവരെ ശ്രദ്ധിക്കേണ്ടതും ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും നമ്മുടെ സന്നദ്ധ സേവനമാണ്. അങ്ങനെ ഈ സന്നദ്ധ സേവനവുമായിട്ട് വരാൻ താല്പര്യമെടുക്കുന്ന ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ അവര് നിങ്ങളോട് വന്ന് പറയുക വല്ലതാണോ? നമ്മൾ ഇവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചെയ്തു പോകും. കരയാത്ത അല്ല, അങ്ങനെ വളണ്ടിയേഴ്സ് എന്ന് പറയുന്നില്ല. വളണ്ടിയേഴ്സിന്റെ ഒരു വരവ് സിനിയെ പോലുള്ളവർ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കണ്ടെത്തുന്നു? നമ്മൾ ADS അംഗങ്ങളെ പല കാര്യങ്ങൾക്കും നമ്മൾ പഞ്ചായത്തിൽ വിളിപ്പിക്കും. നമുക്കറിയാം ഒരാളുടെ അവരുടെ സേവനം നമ്മളോട് ചെയ്യുന്ന, നമ്മൾ CDSനോട് ചെയ്യുന്ന സേവനം അനുസരിച്ചാണ് നമ്മൾ അവരെ ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ഏൽപ്പിക്കുമെന്നോ അവർ സ്വയം
സ്വയമേ ഏൽക്കുക. അല്ല നമുക്ക് ആ വാർഡ് ഇപ്പൊ നമ്മൾ ആശ്രയ അതിന്റെ നമ്മൾ ഇതിന്റെ ഫോം കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് തന്നെയാണ് ആശ്രയ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മളൊരു വാർഡിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവരെ അവര് തന്നെയാണ് നമുക്ക് തെരഞ്ഞെടുത്ത് തന്നത്. അല്ല അത് ഈ സന്നദ്ധ സേവനത്തിന് വരുന്ന ആ കുട്ടികൾ തന്നെയാണ് ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലങ്ങളിലുണ്ട്, അവരെ ഞങ്ങൾ സഹായിച്ചു കൊള്ളാമെന്ന് പറയുന്നത് അല്ലേ? അല്ല അതൊക്കെ മനസ്സിലായി ചെയർപേഴ്സൺ. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നതിന്റെ ഒരു ഈ എത്ര സന്നദ്ധമായി ജോലി ചെയ്യാൻ സാധ്യതയുള്ള തയ്യാറുള്ള സിനിമാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സിനിമാരില്ലെങ്കിൽ എന്ത് ചെയ്യും? സിനിമാരില്ലെങ്കിൽ CDS ഏറ്റെടുത്ത് ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മളിപ്പോ നിയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാർഡിൽ അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ CDSന്റെ നേതൃത്വത്തിൽ അപ്പൊ നന്മയുള്ള സിനിമാര് നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് അർത്ഥം പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടല്ലേ? അത്രയും ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് കണ്ടുപിടിക്കാൻ. ഈ ഭക്ഷണം മാത്രമല്ലാതെ ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് അവരുടെ തുണി കഴുകല് അല്ലെങ്കിൽ വീട് വൃത്തിയാക്കല് ഇതൊക്കെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? നമ്മൾ ADS അംഗങ്ങൾ സഹായിക്കും. നമ്മൾ പറഞ്ഞില്ലേ ഒരു ചേച്ചി ഒരു വാർഡിൽ നിന്ന് തീരെ നിവൃത്തിയില്ലാത്തവർക്ക് ഒരു ചേച്ചിയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചേച്ചിയാണ് ഇവരുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത്. നമ്മൾ ഈ ചേച്ചിയെ വിളിച്ച് അന്വേഷിക്കും. ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ ചേച്ചി നമ്മളെ അറിയിക്കും. നമ്മൾ അവിടെ പോവുകയും. ഇപ്പൊ ഒരാൾ കിടക്കുന്നത് കണ്ടില്ലേ, അദ്ദേഹത്തിന് നേടിയിട്ടിരുന്ന് ഒന്നും ചെയ്യാനും പറ്റില്ല. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ആരും വേറെ വീട്ടിൽ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അശരണരായിട്ടുള്ളവർക്ക് അശരണരായുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ 3 പേരെ നോക്കുന്ന. മറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട്. അല്ല നിങ്ങളെ ഈ സംസ്ഥാനത്തിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ആയതുകൊണ്ട് പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഈ വളരെ അശരണരായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു വൃദ്ധസദനത്തിലോ അതുമാതിരി ഒരു ശരണാലയമോ നമ്മൾ ആലോചിച്ചൂടെ? ഓരോ വീട്ടിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് വൃദ്ധസദനം ശാസ്താംകോട്ട പഞ്ചായത്ത് പണി കഴിപ്പിച്ചു. ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോ ഭാവിയിൽ അതിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളവരെ അങ്ങോട്ട് മാറ്റാൻ പറ്റും. അത് കൊള്ളാം. ഇനിയിപ്പോ ഒരു ഫിലിം കൂടിയുണ്ട് സംഘകൃഷിയെ കുറിച്ചുള്ളത്. അപ്പൊ അതുകൂടി കണ്ടിട്ട് ശാസ്താംകോട്ടക്കായൽ കനിഞ്ഞരുളിയ കാർഷിക ഭൂമിയിൽ സംഘകൃഷിയിലൂടെ 100 മേനി വിളവെടുക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. നമുക്കിനി ഇവരുടെ കാർഷിക ഭൂമിയിലേക്ക് ഒരു യാത്രയായാലോ? ഒരു വീട്ടമ്മയുടെ നിശ്ചയദാർഢ്യത്തിന് കുടുംബവും സമൂഹവും ഒന്നിച്ച് പിന്തുണ നൽകിയതിന്റെ ദൃഷ്ടാന്തമാണ് ജയ അശോകിന്റെ കഥ. അതിനു വഴിയൊരുക്കിയ ശാസ്താംകോട്ട കുടുംബശ്രീയുടെ സംഘകൃഷിയുടെ വിജയകഥ കൂടിയാണിത്. അംഗങ്ങൾ കൂടിയുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റിൽ നിന്നാണ് ഞങ്ങൾ 5 അംഗങ്ങൾ 2008 ഒരു JLG ഗ്രൂപ്പ് ചേർന്നത്. അപ്പോൾ ആദ്യം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും കൃഷി ചെയ്ത ശേഷം ആദായകരമായിട്ട് തോന്നിയതുകൊണ്ട് കൃഷി വിപുലമാക്കുകയും ചെയ്തു. 3.5 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. മരച്ചീനി, ഏത്തവാഴ, ചേന, ചേമ്പ്, പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ CDSന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കൃഷിയുടെ കാര്യത്തിലുണ്ട്. കൃഷിഭവനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിന്റെ സീഡ് ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്താംകോട്ട പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഞങ്ങൾ ജോലിക്കാരെ നിർത്തി ഒന്നും ചെയ്യിക്കാറില്ല. ഞങ്ങൾ തന്നെയാണ് കൃഷിയെല്ലാം ചെയ്യുന്നത്. അതിന് ഞങ്ങളുടെ പുരുഷന്മാർ ഞങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കാറുണ്ട്. നില ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ അവരുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ലാഭകരമായിട്ടുള്ളത്. ഒരു 40ഓളം ചുറ്റുമുള്ള കുടുംബത്തിൽ നമുക്ക് ശുദ്ധമായ പച്ചക്കറി, ജൈവ പച്ചക്കറി, വിഷമയമില്ലാത്ത പച്ചക്കറി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. വീട്ടമ്മമാരായി മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ഞങ്ങൾ ഈ JLG ഗ്രൂപ്പ് വഴി കൃഷി ചെയ്യാൻ തുടങ്ങുകയും കൃഷി വിളവെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
കൃഷി നഷ്ടമാണെന്ന് പറയുന്ന ഈ കാലത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് മണ്ണറിഞ്ഞ് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ ഒരിക്കലും മണ്ണ് ചതിക്കില്ല. നമുക്കതിന് ലാഭമല്ലാതെ ഒരിക്കലും നഷ്ടം ഉണ്ടാകത്തില്ല. അപ്പൊ പറയൂ, ഇത് എങ്ങനെയാണ് ഈ നേരത്തെ കൃഷിയിൽ ജോലി ചെയ്ത വല്ല പരിചയമോ ഉണ്ടോ, അതോ കുടുംബം കൃഷിക്കാരുടെ കുടുംബമാണോ? എങ്ങനെയാണ് ഈ കൃഷി രംഗത്ത് ജയ വന്നത്? തൊട്ടേ കൃഷിയുണ്ട് വീട്ടില്, പക്ഷെ അത് നമ്മളങ്ങനെ വല്ല വെള്ളം ഒഴിക്കാനോ ഒക്കെ ഉള്ള സഹായങ്ങളേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടിൽ വലിയ വിപുലമായിട്ടുള്ള കൃഷിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനി ഞങ്ങളുടെ ബാക്കി 3 അംഗങ്ങളുടെ വീട്ടില് കൃഷി മാത്രമാണ് ഉപജീവന മാർഗം അവരുടെ. അപ്പൊ അത് അവരുടെ കൂടെ നിന്ന് കാണിയടിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ 2008 കുടുംബശ്രീ ഗ്രൂപ്പ് രൂപീകരിച്ചത്. 15 അംഗങ്ങൾ ചേർന്നു. അപ്പം JLG ഗ്രൂപ്പ് ഇങ്ങനെ പഞ്ചായത്തിൽ എല്ലാവരും ചേർക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത് ഇവരെ ആദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തു. കാരണം ഇവരുടെ ഭർത്താക്കന്മാർക്ക് കൃഷിയുടെ എല്ലാം അറിയാവുന്നവരാ. അപ്പൊ അവരുൾപ്പെടെ 5 പേര് ചേർന്ന് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ചെറുതായിട്ട് ചെയ്ത് നോക്കാം, വിജയിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞ ശേഷം മതിയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു 50 സെന്റ് പാടം ഒരാളുടെ വെറുതെ കാട് പിടിച്ചിങ്ങനെ കിടന്നതാ. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ആ സ്ഥലം ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾ കുറച്ച് പച്ചക്കറി ഇതുപോലെ കൃഷി ചെയ്യാനാ. അപ്പൊ തന്നു. അത് ഞങ്ങൾ കളയൊക്കെ പറിച്ച് വൃത്തിയാക്കി കൃഷിഭവന്റെയും പാട്ടത്തിന് തന്നു. പാട്ടത്തിന് 1 വർഷത്തെ എഗ്രിമെന്റ്, 1 വർഷത്തെ പാട്ടത്തിന് തന്നു. എത്ര പാട്ടം കൊടുക്കണം? 1 വർഷത്തേക്ക് 2200 രൂപ പാട്ടം കൊടുക്കണമായിരുന്നു. വാഴയാണോ? വാഴയല്ല, പച്ചക്കറി. ആദ്യം പച്ചക്കറിയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുന്നത് പച്ചക്കറിയാ. അപ്പൊ അതിൽ ചീര, പാവല്, പടവലം, പയറ്, വെണ്ട അങ്ങനെ എല്ലാം ചെയ്തു. അപ്പൊ ഞങ്ങൾക്കത് വൻ വിജയമായിരുന്നു. വൻ വിജയം എന്ന് വെച്ചാൽ ഇത് ചീരയൊക്കെ കളിച്ചു വന്നപ്പോൾ നമുക്കിത് മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം വരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുമോ. പക്ഷെ എങ്ങും കൊണ്ടുപോകേണ്ടി വന്നില്ല. നമ്മൾ കൃഷി ചെയ്യുമ്പം തന്നെ ആൾക്കാർ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ചുറ്റുമുള്ള കുടുംബാംഗങ്ങൾ എല്ലാ ദിവസവും രാവിലെ വയലിൽ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് എങ്ങും കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നതേ ഇല്ല. മാർക്കറ്റ് വിലക്ക് തന്നെയാണോ? മാർക്കറ്റ് വില അവർ 5-10 രൂപ അധികം തരാനും തയ്യാറാണ്. പക്ഷെ നമ്മൾ മാർക്കറ്റ് വിലയിൽ വെച്ച്, കാരണം തീർത്തും ജൈവപരമായിട്ട് കീടനാശിനികളൊന്നും ഇല്ലാതെ ജൈവ കൃഷിയായിരുന്നു ചെയ്തത്. അത് ഏറ്റവും കൂടെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കൃഷി ഓഫീസറുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് അതിനകത്ത്. അല്ല, ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ജൈവം? ജൈവ കൃഷി എന്ന് വെച്ചാൽ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ ചാണകം, പിന്നെ ഗോമൂത്രം, പിന്നെ രാസ കീടനാശിനികളൊന്നുമില്ല. പിന്നെ ഗോമൂത്രവും കാന്താരിമുളകും മിശ്രിതം, വേപ്പില മിശ്രിതം, വെളുത്തുള്ളി, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ എന്തെങ്കിലും ജൈവ കീടനാശിനി, ജൈവ അഥവാ മാർക്കറ്റിൽ ഇത് 2 മാത്രമാണ് നിങ്ങളുടെ ജൈവം. അത് മണ്ണ് ടെസ്റ്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലും നേരത്തെ തന്നെ വല്ല രാസം പദാർത്ഥങ്ങളുണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ തവണ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ തവണ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. അല്ല, കൃഷി ഓഫീസർ അതൊക്കെ പറഞ്ഞു തന്നില്ലേ? ഇതെല്ലാം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്നതോട് ഫീൽഡിൽ വന്ന് കണ്ടതും പിന്നെ വിപുലമാക്കാനുള്ള ഉദ്ദേശം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളോടും കൂടിയാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ മണ്ണ് ടെസ്റ്റ്. വെള്ളമാണ് ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. ഞങ്ങളുടെ സ്വന്തം കുടിവെള്ളമുള്ള കിണറുകളിൽ നിന്നും മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് ഓസ് വഴിയാണ് ഒരു 7-8 കിലോമീറ്ററോളം ദൂരെയാണ് ഞങ്ങൾ ഈ കൃഷി. ഓസ് ജോയിൻ ചെയ്താണ് ഞങ്ങൾ ജലസേചനം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അത് നല്ല ചെലവല്ലേ? അത് നല്ല. പക്ഷെ ഞങ്ങൾ 4 പേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴും അങ്ങനെയാ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെലവില്ലേ? ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഡ ഗ്രൂപ്പിൽ നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്തുള്ള എല്ലാ ഓസ്, ടാങ്ക്, മോട്ടർ അങ്ങനെയുള്ള എല്ലാ ജലസേചന സൗകര്യത്തിനുള്ള എല്ലാം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ 5 പേരാണ്? ഞങ്ങൾ 5 പേര്. ഒരു കൊല്ലമായി. ഇപ്പം ഇതിപ്പോ 3ാമത്തെ വർഷമാണ് ഞങ്ങൾ. 3ാമത്തെ വർഷം. ഒരു വർഷം ശരാശരി ഒരാൾക്ക് എന്ത് വരുമാനം? ഈ പിന്നെ വളത്തിന്റെയൊക്കെ ചെലവൊക്കെ കഴിച്ച് ഒരു ശരാശരി എന്ത് കിട്ടും? ഒരു വർഷം
ഒരു 25,000 26,000 രൂപയോളം. അത് അധ്വാനത്തിന്റെയും കൂടെ ചെലവ് ഉൾപ്പെടുത്തിയിട്ടാണ്. അത്രയും കിട്ടുന്നത് സ്വന്തം ജോലിക്കാരെ നിർത്തി ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ 25,000 രൂപ. അപ്പൊ സ്വന്തം അധ്വാനം അതിൽ പോകുന്നത് കൊണ്ട് ഒരു 25,000 രൂപ കിട്ടും. അത് ഈ 12 മാസത്തിൽ എത്ര മാസം കൃഷി ചെയ്യും? 12 മാസത്തില് വാഴ എന്ന് പറയുമ്പോ ഒരു 10 മാസത്തോളം ഉണ്ട്. പിന്നെ വർഷം മുഴുവനും ഉണ്ട് എല്ലാ വർഷവും. പിന്നെ ഇടവേളയായിട്ട് ഞങ്ങൾ ഇഞ്ചി, ചേമ്പ്, കാച്ചിൽ അങ്ങനെ തുടർച്ചയായിട്ട് അതിന് അറ്റൻഷൻ വേണം അല്ലേ? എന്നും 3 മണി വരെ വീട്ടു ജോലി കഴിഞ്ഞാൽ 3 മണിക്ക് ഇറങ്ങിയാൽ 7 മണിയാവും തിരിച്ച് വീട്ടിൽ കയറാൻ. ദിവസം പോവാം? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. 3 മണിക്ക് ശേഷം. അത് കൊള്ളാം. അങ്ങനെ ഈ ട്രാക്ടർ സ്വന്തമായിട്ടാണോ? ഇത് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ JLGയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്ന കണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്ന ഒരു ട്രാക്ടറാണ്. ഇല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല, സ്വന്തമായിട്ട് തന്നതാണ്. അല്ല, ഒരു ഗ്രൂപ്പിനാണോ? ഇല്ല, ഒരു ഗ്രൂപ്പിന്. അപ്പൊ എത്ര ഏക്കർ നിങ്ങൾ കൃഷി ചെയ്യുന്നു? ഞങ്ങള് നെൽകൃഷി മാത്രം 3 ഏക്കർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. 3 ഏക്കറിനായിട്ട് ഒരു ട്രാക്ടർ തന്നാൽ അത് ഒരു എത്ര വേണ്ടി വരും? ഒരു വർഷത്തില് 10-20 ദിവസം വേണ്ടി വരും. ബാക്കിയുള്ള ദിവസം വാടകയ്ക്ക് ഓടുന്നുണ്ട്. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാം. എല്ലാം ഇയാള് തന്നെയാണോ ചെയ്യുന്നത്, ഓടിക്കുന്നത്? ഓടിക്കുന്നത് എന്റെ പേര് പൊന്നമ്മ. പൊന്നമ്മയാണോ ട്രാക്ടർ ഓടിക്കുന്നത്? സ്ത്രീകൾ ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ. വാടകയ്ക്ക് കൊടുക്കുമ്പോ ദൂരോട്ട് ഞങ്ങൾക്ക് ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു സംശയം ചോദിച്ചു. നേരത്തെ ഡ്രൈവിംഗ് അറിയാമോ? ഇല്ല. ഇത് കൃഷിഭവൻ തന്നെ, കൃഷിഭവൻ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെയാ. ഇപ്പൊ ധൈര്യം വന്നാ അത് ഓടിക്കാൻ? കുറെ ധൈര്യം ഉണ്ട്. മറ്റു വാഹനങ്ങൾ ഓടിക്കോ? ഇല്ല. അതെന്താ? അത് ട്രാക്ടർ ഓടിക്കാമെങ്കിൽ അതിനേക്കാൾ ഘനം കുറഞ്ഞ മറ്റു വാഹനങ്ങൾ ഓടിച്ചൂടെ? നോക്കിയിട്ടില്ല. മറ്റു വാഹനം ട്രാക്ടർ ഓടിക്കുന്നത് വലിയ പണി, മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. നല്ല പണിയുള്ള സാധനം. അപ്പൊ ഇത് ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ദൂരോട്ട് പോകത്തില്ല. ദൂരോട്ട് പോകാറില്ല. നിങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം. ഇങ്ങനെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചെയർപേഴ്സൺ? 106. ഇതുമാതിരി നന്നായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണോ അതോ പേപ്പർ ഗ്രൂപ്പുകളാണോ? അല്ല, പേപ്പർ ഗ്രൂപ്പാണോ? കടലാസിൽ മാത്രം ഗ്രൂപ്പുകളുടെ എണ്ണം കൂട്ടുകയും. അപ്പൊ അവിടെ പച്ചക്കറി ഉൽപാദനം ഒരുപാട് കൂടി കാണും അല്ലേ? പച്ചക്കറി ഉണ്ടോ? പക്ഷെ മാർക്കറ്റിലോട്ടൊന്നും എത്തേണ്ടി വരത്തില്ല. അത് വീട്ടുകാരൊന്നും ഈ 106 ഗ്രൂപ്പിന്റെ പിന്നെ എല്ലാ വാർഡിലോട്ടല്ലേ. മാർക്കറ്റിൽ ഇപ്പോഴും പുറമേ നിന്നുള്ള പച്ചക്കറിയാണ്. മാർക്കറ്റ് നമ്മുടെ നാട്ടുകാർ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയാൽ പോലും എന്റെ അയലക്കാരത് കൊണ്ടുപോയിരിക്കും. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ അവിടെയുള്ള മാർക്കറ്റ്, പച്ചക്കറി കടകളിലും മാർക്കറ്റിലും പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി വരുന്നുണ്ട്. അപ്പോ അതല്ല ചോദിക്കുന്നത്. അതായത് നിങ്ങൾ അവിടുത്തെ കടക്കാരുടെ വയറ്റത്ത് അടിച്ചിട്ടാണ് ഈ മുഴുവൻ വിൽക്കുന്നത് എന്നാണ്. അല്ല, അങ്ങനെയല്ല സാർ. ഒരു കാര്യം കൊണ്ടുള്ളത്, ഇപ്പൊ കടക്കാരുടെ വയറ്റത്ത് അടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ അവിടെയുള്ള കടക്കാർ നിങ്ങളോടുള്ള ഡീൽ എങ്ങനെയാണ്? നിങ്ങൾ ആ പ്രദേശത്തുള്ള മുഴുവൻ വാർഡിലെ മുഴുവൻ ആളുകളും നിങ്ങളുടെ കൃഷിയിടത്തിൽ വന്നിട്ട് കച്ചവടം ഉറപ്പിക്കുകയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ കൊടുക്കുന്ന വില കുറച്ച് കൊടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ എന്ന് പറയും. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട്, ഞങ്ങൾക്ക് തരുന്നുണ്ടോ? ഞങ്ങൾ 2 രൂപ അല്ലെ 3 രൂപ ഞങ്ങൾക്ക് അധികം വെച്ച് തരാം. നിങ്ങൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറിയിൽ? ഞങ്ങളിപ്പം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സീഡ് പ്രൊഡക്ഷന്റെ ഒരു യൂണിറ്റ് ഇപ്പൊ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. വെണ്ട, ചീര, വഴുതന, ഈ 3. ആ ചീരയാന്ന് വിതർന്നതാണ് ആ കാണിച്ചത്. അതിപ്പം സീഡ് ഉണ്ടാക്കി കൊടുക്കും. സീഡ് പ്രൊഡക്ഷൻ ആണ്. 10 സെന്റ് ചീര. ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലത് ബാക്കിയുള്ള ഇപ്പൊ ഇതൊരാണ് ബാക്കി 106 105 പേരിലും ഇത് ഈ സെയിം പ്രോഡക്റ്റുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതോ? ഇടവേള കൃഷിയെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഉണ്ട്. ചീനി, ചേന, കാച്ചില്. വേണമെങ്കിൽ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇത് എത്തിക്കാൻ ഇനിയും പറ്റും. നമ്മുടെ ചന്തകളിലെല്ലാം കൊണ്ടുവരും. നിങ്ങളുടെ അനുഭവം കൂടി ഒന്ന് പറയൂ. നിങ്ങളും ഇവരോടൊപ്പം എല്ലാ ദിവസവും കൃഷി സ്ഥലത്തൊക്കെ പോവോ? അതോ ചുമ്മാ അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം? വെള്ളം ഒഴിക്കുകയും 7 മണിക്കാ തിരിച്ചു കയറും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ചേട്ടനുണ്ട്, ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ പശുവുണ്ട്, 2-3 പശുവിനെ. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവിന് കൃഷിയാണ്. വേറെ കൃഷിയുണ്ട് അദ്ദേഹത്തിന്? വയലുണ്ട്, സ്വന്തമായിട്ട് വയലും ഉണ്ട്, പുരയിടവും ഉണ്ട്, പശുക്കളുണ്ട്. അതിനെ കറക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കി. അപ്പൊ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇതൊരു ചാൻസ് കിട്ടിയപ്പോ ഇവിടെ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞപ്പോ ഇവരുടെ കൂടെ കൂടി. ഇങ്ങനെ ബുദ്ധിമുട്ടിയാ ജീവിക്കുന്നത്. മക്കളെ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഭർത്താവിന്റെ വരുമാനം പോരാ?
ഭർത്താവിന് പ്രത്യേകിച്ച് വരുമാനം കൃഷിയേ ഉള്ളു. അപ്പൊ എന്താണ് കൃഷി ഇത്ര മോശമാണോ? കൃഷി ഇതുവരെ മോശമായിട്ട് ഒരു പെരയൊക്കെ സ്വന്തമായിട്ട് പണിഞ്ഞ്. ഭർത്താവിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടോ കുടുംബശ്രീയിൽ പോകുന്നോണ്ട്? ഉണ്ട്. എനിക്ക് നല്ല സുഖശരീരമായിട്ട് ഇച്ചിരി അസുഖമുള്ളത് അതുകൊണ്ട് ഭർത്താവും കൂടെ വന്നാൽ കിളക്കുകയും അത് ശരി എല്ലാം ചെയ്തു തരും. ഏത് സാഹചര്യത്തിലാണ് കുടുംബശ്രീയിൽ വന്നത്? ഇവരെല്ലാവരോടൊപ്പം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാം ഇങ്ങനെ പച്ചക്കറിയൊക്കെ ചെയ്യാം, വാഴ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കന്നുകാലിയും ഉണ്ട്. അത് സ്വന്തമായിട്ടുള്ള കന്നുകാലിയാണോ കുടുംബശ്രീ? സ്വന്തമായിട്ടുള്ള കന്നുകാലിയാണ്. അത് ശരി. രണ്ട് നിങ്ങളുടെ വളം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ കന്നുകാലികളുടെ വളം ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. പറയൂ, എന്താണ് പറയൂ. 2006 മുതൽ കുടുംബശ്രീ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ADSന്റെ പ്രസിഡന്റുമാണ്. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. തൊഴിലുറപ്പിന്റെ മേറ്റാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം? 100 ദിവസം തൊഴിൽ 100 ദിവസം ഇപ്രാവശ്യം 100 ദിവസം തികഞ്ഞ ഒരംഗമേ ഉള്ളൂ. അതായത് ഒരു വീട്ടിൽ നിന്ന് 2 പേരിറങ്ങിയ ഒരംഗം മാത്രമേ ഇപ്രാവശ്യം 100 ദിവസം തികഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 14 പേരോളം ഉണ്ടായിരുന്നു. കൃഷി കുടുംബശ്രീ വഴി ചെയ്യുന്ന ഈ കൃഷിയാണോ തൊഴിലുറപ്പിന് പോകുന്ന ജോലിയാണോ? ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്? തൊഴിലുറപ്പിന് പോകുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് എല്ലാ സ്ത്രീ തൊഴിലാളികളാണല്ലോ. അപ്പം എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ അതോടൊപ്പം ജോലി നടക്കും. അത് ഒരു വരുമാനമാണ്. അപ്പൊ ഈ വരുമാനം നമുക്ക് ഒന്നിച്ച് ബാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. കൃഷിയാവുമ്പോൾ അത് പറ്റില്ലെന്നുണ്ടോ? അങ്ങനെ എല്ലാ കൃഷിയായാലും പറ്റും. കാരണം അതിനും പൈസ കിട്ടുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 25,000 രൂപയോളം അടുപ്പിച്ച് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു സാധ്യതയില്ലേ? ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് JLG ഇല്ല സാറേ. അതിന് JLG അല്ല, അതിന് വേറെ ഇതാണ്. സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയില്ലേ? അങ്ങനെ ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തില് ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വരെ പ്രയോജനപ്പെടുന്ന തരത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതോ ഉള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ നല്ല അവസരം കൊടുക്കുന്ന ഒരു? അല്ല, എല്ലാ മേഖലയിലും എത്തുന്നുണ്ടല്ലോ കുടുംബശ്രീ. ഒന്നീ കൃഷി രീതിയിൽ പോകുന്നുണ്ട്, അല്ലെ തൊഴിലുറപ്പിന്റെ രീതിയിൽ പോകുന്നുണ്ട്, തീരെ പാവപ്പെട്ടവൻ ആശ്രയയുടെ രീതിയിൽ തന്നെ എത്തുന്നുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോ ഈ സ്ഥലമൊന്നും ഇല്ലാത്തവര്, കൃഷിഭൂമി ഇല്ലാത്തവര്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവര്, പ്രത്യേകിച്ചും എല്ലാവരും നല്ല പട്ടിക വിഭാഗത്തിലൊക്കെ പെടുന്ന, പട്ടികജാതിയിലൊക്കെ പെടുന്നവര്, അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന് എന്തുമാതിരിയുള്ള അവസരങ്ങളാണ് കുടുംബശ്രീയിലുള്ളത്? നമ്മൾ ഇതിനെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസറെ കൊണ്ട് ഇവർക്ക് നിരന്തരം 7-8 ക്ലാസ്സുകൾ നടത്തിയതിനു ശേഷം ഇവരെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. അതെ, ഇവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ എത്തിച്ചത്. അതെ, അല്ല ഞാൻ പറയുന്നത് കൃഷി ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ കുറെ ഇത് പറഞ്ഞില്ലേ, കൃഷി ചെയ്യുന്നവര്, വേറെ സംരംഭം, അങ്ങനെയൊക്കെ ഇതിനൊന്നും പറ്റാത്തവര്, വിദ്യാഭ്യാസം കൊണ്ടും മറ്റുള്ള വൈദഗ്ധ്യങ്ങളൊന്നും ഇല്ല, ഭൂമിയും ഇല്ല, തീരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് കുടുംബശ്രീ എന്താണ് ചെയ്യുന്നത്? തീരെ പാവപ്പെട്ടവന് ഇതൊന്നും ഇല്ലാത്തവൻ ആശ്രയങ്ങളാണ് ഞങ്ങൾ. അല്ല, അവര് ആശ്രയം എന്ന് വെച്ചാൽ ആരോഗ്യം ഇല്ലാത്തവരല്ലേ? ആരോഗ്യമുള്ളവരാണെങ്കിലോ തൊഴിലെടുക്കാൻ വീട്ടിൽ നോക്കാൻ ആളില്ലാത്തവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, വീട്ടിൽ അതിന് ശേഷി ഇല്ലാത്തവരെല്ലാം ആശ്രയങ്ങൾ അംഗങ്ങളായല്ലോ. അല്ല, ആശ്രയപ്പെടൂല, അത് ആരോഗ്യം ഇല്ലാത്തവരല്ലേ, രോഗികളില്ലാത്ത കുടുംബത്തിൽ നിന്ന് അവർക്ക് വേറെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത്. ഏറ്റവും ദരിദ്രരാണ്, അവർക്ക് ഭൂമിയില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, പക്ഷെ അവർക്ക് പണിയെടുക്കാൻ കഴിവുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുടുംബശ്രീ, അങ്ങനെ ഒരു സ്ത്രീക്ക് കുടുംബശ്രീ എന്താണ് നൽകുന്നത്? ADSന്റെ നേതൃത്വത്തിൽ ആ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ അംഗങ്ങളാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതി ഈ പറഞ്ഞ മാതിരി ഒരു വർഷത്തിൽ എത്ര കിട്ടും? ഒരു അതുകൊണ്ട് ജീവിക്കാൻ വാർഡ് ബേസില. എന്റെ വാർഡിലൊക്കെ 68 പേര് കഴിഞ്ഞ വർഷം 100 ദിവസം പൂർത്തിയായവരാണ്. 100 ദിവസം, പക്ഷെ ഒരു കൊല്ലത്ത് 365 ദിവസം ഉണ്ടല്ലോ. അത്രയും വരുമാനം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പിന്നെ ചിലപ്പോ താമസിക്കില്ലേ? തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര ദിവസം കഴിയുമ്പോ പൈസ കിട്ടാറുണ്ട്? 14 ദിവസം പൈസ കിട്ടണമെന്നാണ് നിയമം. പക്ഷെ കിട്ടുന്നില്ല. എത്ര സമയം എടുക്കും? 3 മാസം എടുക്കും? ഒരു മാസത്തിൽ പുറത്ത് വരും. 3 മാസം ഒന്നും എടുക്കത്തില്ല. ഇല്ല. പിന്നെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബാലസഭ ഓണം, ഉത്സവം, അതുമായി ബന്ധപ്പെട്ട അനേകം പരിപാടികൾ ബാലസഭയിൽ ചെയ്തു വരുന്നു. പിന്നെ കൃഷികള്, പയറ്, ചീര, അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യും. ബാലസഭക്കാർ ചെയ്യുന്നുണ്ട്.
ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകളുണ്ട് ബാലസഭയില്. എവിടെയാണ് ചെയ്യുന്നത്? ആരുടെ സ്ഥലമാണ്? ഞങ്ങൾ വീടിനടുത്ത് ചെറിയ സ്ഥലമുണ്ട്. എത്ര കുട്ടികളുണ്ട് അതില്? അതില് 7-8 പേരുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനൊന്നും പോണ്ട, കൃഷി മാത്രം? അല്ല, സമയമുള്ള ദിവസങ്ങളിൽ പിന്നെ വൈകിട്ട് വെള്ളം കോരാൻ പോവും. അത് ശരി. അപ്പൊ ഇതിന് നിങ്ങളെ കളിക്കാൻ സമ്മതിക്കൂല? കളിക്കാൻ ചെയ്യും, കളിക്കാനും പോവും. കളിക്കാനും പോവും. നമ്മളെ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ ബാലസഭയിൽ? ഇതിലെ വെള്ളം കോരുന്നത് ആരാ? എല്ലാരും കൂടി. എല്ലാരോടും ചെയ്ത് ജോലിയെല്ലാം വീതിച്ച് എല്ലാരോടും ഒരുമിച്ച് ചെയ്യും. ഇതിന് നിങ്ങൾക്ക് പൈസ വല്ലതും തരുന്നുണ്ടോ അവര്? ഇത് വിറ്റ് കഴിഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പയറൊക്കെ വിറ്റില്ലേ? കൂടെ നിൽക്കുന്നില്ലേ? അതിനെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ? കൃഷി അല്ല, വിളവെടുത്താലേ. അല്ല, വിളവെടുക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തെ കൂടുതലായിട്ട് അവർ മെനക്കെടുന്നുണ്ട്. അതെ, അതെന്ത് ചെയ്യുന്നു ചോദിക്കണം. വിളവെടുക്കുന്നുണ്ട്, അമ്മമാരെടുക്കും അല്ലേ? ഈ നടുന്നതെല്ലാം ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ നടണം? അമ്മയും അച്ഛനും. അമ്മയും അച്ഛനുമാ പഠിപ്പിക്കുന്നത്? അല്ല, ബാലസഭയിൽ വന്ന ആരും നിങ്ങളെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാലസഭയിൽ എന്തൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത്? നമുക്കിപ്പം പെൺകുട്ടികൾ നേരിടുന്ന ബാലവേലകളെ കുറിച്ചും കുട്ടികളിൽ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള്. ആര് വന്നെടുക്കും ക്ലാസ്? ഓരോ സാറുമാരൊക്കെ വന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾ വെക്കേഷന് 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് ഈ ബാലവേലയായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ ആയിരുന്നു. അന്ന് ഒരു ക്യാമ്പയിൻ നടത്തിയതായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഈ ആൽക്കഹോളിസം. അത് ബിവറേജ് ഭയങ്കര സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും അതിനെ നടക്കാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. മോശമായ സംഭാഷണവും മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെതിരെ ADSന്റെ നേതൃത്വം, ADS നമുക്ക് CDSE നിർദ്ദേശം തരികയും അങ്ങനെ CDSന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡിൽ നിന്നുള്ള സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തി ഔട്ട്ലെറ്റ് പൂട്ടിച്ചു. അപ്പൊ അവിടെ ഇപ്പൊ അവർക്ക് ഔട്ട്ലെറ്റ് ഇല്ല, എവിടെ പോണോ അവര്? ശാസ്താംകോട്ട ഒരെണ്ണം ഉണ്ട്, ഭരണിക്കാവിൽ ഒരെണ്ണം പൂട്ടിച്ചു. അത് ഇച്ചിരി ഉള്ള ഏരിയയിലോട്ട് ആർക്കും അങ്ങനെ ബുദ്ധിമുട്ട് സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ ഒരുപക്ഷെ കേരളത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ കാരണമായത്. കാര്യം ഇത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അവര് പിന്നെ കോടതിയിൽ പോയി. ഞങ്ങൾക്ക് പഞ്ചായത്തിനെതിരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ അംഗങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് അവര് കേസ് ഫയൽ ചെയ്തു. കോടതിയും ഇവർക്കെതിരായിട്ട് വന്നു. അങ്ങനെ ഔട്ട്ലെറ്റ് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഗവൺമെന്റ് ആദ്യ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഈ ഔട്ട്ലെറ്റ് പൂട്ടിയതുകൊണ്ട് ഇല്ല. ശക്തമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങള് പഞ്ചായത്ത് തലത്തിൽ വിളിച്ചുകൂട്ടി കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ട് ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. അല്ല, ഇവരെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ്. ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ? ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ. സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ? പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ഇതിൽ നിന്ന് സ്നേഹപൂർവ്വം പിന്മാറണം. ഈ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് പുരുഷന്മാർ വന്നോ? കുറെ പേരൊക്കെ പങ്കെടുക്കും, പങ്കാളിത്തം കുറവാണ്. ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടായിട്ടുണ്ടോ ഇങ്ങനൊരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടത്തിയതിനു ശേഷം? എന്തെങ്കിലും തരത്തിലുള്ള നിർത്തിയ ആൾക്കാരുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സീരിയസ് നിങ്ങളുടെ മെമ്പേഴ്സിന്റെ കുടുംബങ്ങളിലും ഈ കുടി നിർത്താൻ പറ്റിയിട്ടുണ്ടോ? 100% പറയാൻ പറ്റില്ല. പോയിട്ടില്ല. ഇല്ല, ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. അല്ല, അതിനോട് നിങ്ങൾ എതിർക്കപ്പം കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല? ഇല്ല. ഈ സമരത്തിനൊക്കെ പോയപ്പോഴും കുടുംബങ്ങളിൽ നിന്നും നമുക്കൊന്നും എതിർപ്പും ഉണ്ടായിട്ടില്ല. അന്ന് നമ്മളെ ഈ സമരത്തിനൊക്കെ പോയപ്പോ നമ്മളെ അഹങ്കാരമൊന്നും എല്ലാം ആക്ഷേപിച്ചു. ഇങ്ങനെ അവിടെ ഇപ്പൊ കാണാമല്ലോ നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവരുടെ മുമ്പിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോ തന്നെ നിർത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നിർത്താൻ സാധിക്കും. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം പറഞ്ഞില്ലല്ലോ. എന്താണ് എന്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എന്ത് പറയുന്നു നോക്കിക്കൊണ്ട്? ഇല്ല. എന്താ അദ്ദേഹത്തിന്റെ സ്ഥാനം? അദ്ദേഹം എല്ലാ രീതിയിലും മുൻപോട്ട് വന്നാലല്ല. ഞാൻ 3 മാസം, എന്റെ മകൾക്ക് 3 മാസം ആയപ്പോഴാണ് സീരിയസ് ചെയർപേഴ്സൺ ആയിട്ട് സ്ഥാനമേറ്റത്. കുട്ടിക്ക് 3 മാസമായപ്പോഴാണ്. നമ്മൾ ഇവിടം വരെ എത്തണമെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ ഇല്ലാതെ എത്താൻ പറ്റില്ലല്ലോ. അപ്പൊ കുടുംബശ്രീ ഒരു കുടുംബമാണ് ഇപ്പൊ, അല്ലേ? അങ്ങനെ സുദീർഘമായ ചർച്ചകളൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോ ശാസ്താംകോട്ട CDSന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജഡ്ജസ് വിലയിരുത്തിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി
മാർക്ക് അറിയണം. അപ്പൊ ചെയർപേഴ്സൺ മാർക്ക് അറിയാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. നമുക്ക് മാർക്സ് ചോദിച്ചു നോക്കാം. കണ്ണൻ സർ. ഏറ്റവും നല്ല കുടുംബശ്രീ CDS ആയിട്ട് അവർക്ക് ഇത് കിട്ടിയെന്നുള്ളത് അത് നല്ലൊരു വാർത്തയാണ്. അതനുസരിച്ചുള്ള പങ്കാളിത്തം കണ്ടില്ല. ആള് കുറഞ്ഞു. ഞങ്ങൾക്ക് അവരെ ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ യാതൊരു എക്സ്ക്യൂസും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പരിപാടി അല്ലല്ലോ ഇത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ടുള്ള ഉദ്ദേശം. കുടുംബത്തിലെ ആൾക്കാരെ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി അല്ല ഇത്. ഇതൊരു പൊതുപരിപാടിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു കുറവ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നിങ്ങൾ പല പ്രവർത്തനങ്ങളും കാര്യമാത്രമായിട്ട് നടത്താൻ കഴിവുള്ളവരാണെന്ന് നിങ്ങളുടെ ഫിലിമിൽ കൂടെ, പ്രത്യേകിച്ച് ഇപ്പോൾ സംഘകൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഈ അയൽക്കൂട്ടത്തിലുള്ള 1046 അയൽക്കൂട്ടങ്ങൾ, SC അയൽക്കൂട്ടങ്ങൾ, അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിലത്തെ പ്രതിനിധികളാരെങ്കിലും വന്നിരുന്നുവെങ്കിൽ. ആശ്രയ വളരെ ആകർഷകമായിട്ട് തോന്നി. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 15. 25-ൽ 15. സാർ കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി നിവേദിത മാമിനോട് ചോദിക്കാം. ഞാൻ കൊടുത്തു 15 മാർക്ക്. ശാസ്താംകോട്ട CDSന് ഞാൻ നൽകുന്നത് 25-ൽ 15 മാർക്ക്. ഞാൻ നിങ്ങൾക്ക് 15-ൽ 10 മാർക്ക്. 10-ൽ 8 മാർക്ക്. 8 മാർക്ക്. ശാസ്താംകോട്ട CDSന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് അവർക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് 63 മാർക്ക്. ശാസ്താംകോട്ടക്കാരിൽ നിന്ന് പറയാൻ കഥകൾ ഇനിയും ബാക്കിയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, അതിജീവനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കഥകൾ, സ്ത്രീ കൂട്ടായ്മകളുടെ കഥകൾ ഇവിടെ തുടരുകയാണ്. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം.